ശ്രീ പി പ്രസാദ്. സർ, ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PMCയുടെ കാര്യത്തിൽ ഈ ഈ മന്ത്രിമാരടക്കമുള്ളവർ ശ്രീ മോൻസിനെ പോലെ അങ്ങ് എന്നെ അഡ്രസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഞാൻ അങ്ങേ അഭിമുഖീകരിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ആര് ബഹളം വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറഞ്ഞിട്ടേ മാറുള്ളൂ. ഇവിടെ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ പുതിയ അംഗങ്ങൾക്ക് ഈ സഭയിലെ പെരുമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവിടെ ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയുമെല്ലാം നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ആ വ്യഗ്രത അല്ല, ഈ സംസാരിക്കുന്നതിനകത്ത് ബഹുമാന്യനായ സ്പീക്കർ അങ്ങാണ് ഇതിനകത്ത് ഇത് സംരക്ഷണം തരേണ്ടത്. ആ സംരക്ഷണം തരാൻ വേണ്ടിയാണ് അങ്ങ് എന്നോട് സഹകരിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ധ്വനിയിൽ ഞാൻ സഹകരിക്കുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാവും. ശരിയല്ല, അത് നമ്മളുടെ തർക്കാക്കണ്ട. തർക്കം അങ്ങേക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അങ്ങേക്ക് ശാന്തമായിട്ടിരിക്കാം. അത് ദയവായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യൂ. സർ, നമ്മുടെ രാജ്യത്തെ കോടാനുകോടി വിദ്യാർത്ഥികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തിങ്കളാഴ്ച ദിവസം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു ക്യാച്ച് ദം യങ്. വളരെ ഗൗരവതരമായ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും അവസാനം ഇത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ ഗൗരവതരമായി പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ അതേപോലെ അംഗീകരിക്കുന്നു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. സർ, ഇവിടെ പറയുന്നു Please sit down. Proceed, please. Prasad. അങ്ങിരിക്കൂ. അവിടെ പ്രസാദ്. സർ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ കാര്യത്തിൽ ഇതിനകത്ത് ഗൗരവതരമായ ഒരു ഇടപെടൽ തീർക്കാൻ കഴിയാതെ മറ്റു കാര്യമെല്ലാം പറയുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 30/3/24 റാണി ജോർജിന്റെ കത്താണ് അദ്ദേഹം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുന്നതെല്ലാം. എന്നാണ് സാർ ഈ പറഞ്ഞ തരത്തിൽ നേരത്തെ കത്തെല്ലാം പോകുന്നത്? 2026 മെയ് 8 കേന്ദ്രത്തിൽ വന്ന കത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം നേരെ പോയത് 30/3/24 എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താ പറഞ്ഞിരിക്കുക കത്തിനകത്ത്? ഐ വുഡ് റിക്വസ്റ്റ് യു ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ഫോർ early implementation of the PMC scheme in the state without any further delay in the larger interest of providing quality education of the children of the state. 2026 മെയ് 8 നടപ്പിലാക്കിയിട്ടില്ല ഈ കേരളത്തിൽ. നോക്കൂ, അവിടെയാണ് 24 ഏതോ ഒരു കത്ത്, റാണി ജോർജിന്റെ കത്ത് കൊണ്ടുവന്നിട്ട് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എത്ര വീണ്ടും പറയുന്നു, നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് അവിടെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിനകത്ത് കേരളം നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് കേരളം ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റും കൊടുക്കുന്നിടത്ത് എന്തിനാണ് ശ്രീ ഷംസുദ്ദീൻ PMCയുടെ അംബാസഡറായിട്ട് മനസ്സിലാക്കിയ കാര്യം?
സാർ, കേരളത്തിലെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ധാരണാപത്രവുമായി മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനം അറിയിച്ചതാണ്. സാർ, മുൻ ഗവൺമെന്റ് ധാരണാപത്രം ഒപ്പുവെച്ചുകൊണ്ട് ഈ UDF സർക്കാരിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് എത്രയോ തെറ്റായ ഒരു വാദഗതിയാണെന്ന് ആലോചിച്ച് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടില്ല, പട്ടിക സമർപ്പിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് 8 കത്ത് നമ്മുടെ മുമ്പിലുണ്ട്. LDF സർക്കാർ മരവിപ്പിച്ചെന്ന് കേന്ദ്രം സമ്മതിച്ച സ്കൂൾ ലിസ്റ്റുകളോ മോണിറ്ററിംഗ് കമ്മിറ്റികളോ പോലും ഇല്ലാത്തൊരു പദ്ധതിയെ പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാധ്യമങ്ങളിലൂടെ ഈ മന്ത്രിമാരടക്കമുള്ള പറഞ്ഞതെന്ന് വ്യക്തമാവുന്നതെല്ലാം അതല്ല എങ്കിൽ അത് മറിച്ച് ഒരു തീരുമാനമാവേണ്ടതാണ്. സർ, ഞങ്ങളാരും RSSനെ അനുകൂലിക്കുന്നതായിട്ട് പോയിട്ടില്ല. NCERT വെട്ടിമാറ്റിയ ഗാന്ധി വധവും മുഖചരിത്രവുമെല്ലാം പ്രത്യേക പാഠപുസ്തകങ്ങളാക്കി കേരളത്തിലെ കുട്ടികളെ പഠിപ്പിച്ച ചരിത്രമാണ് ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുള്ളത്. കേരളം സ്വന്തം ഉന്നത വിദ്യാഭ്യാസ ചട്ടക്കൂട് രൂപീകരിച്ച് NEP-ക്കുള്ള ബദൽ മാതൃകയാണ് ഈ കേരളം നടപ്പിലാക്കിയത്. UGCയുടെ 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കാനുള്ള ആർജവത്വം കാണിച്ചത് LDF ഗവൺമെന്റ് ആണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. സാർ, ഇവിടെ നേരത്തെ എല്ലാം പറയുന്ന കാര്യമുണ്ട്. ഒന്ന്, ഇതിനകത്ത് പിന്മാറാൻ സാധിക്കില്ല. ബഹുമാനനായ മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ടു, ഇത് പിന്മാറാൻ സാധിക്കില്ല എന്ന്. ഹൈക്കോടതിയിലായിട്ട് 10 വർഷക്കാലത്തോളം വക്കീലായി പ്രാക്ടീസ് ചെയ്തിരുന്ന നിയമജ്ഞനായ ആളാണ് ശ്രീ VD സതീശൻ. ഇപ്പോൾ നിയമവകുപ്പും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ നമ്മുടെ ഭരണഘടന പറയുന്നത്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 299, all contracts made in the exercise of the executive power of the union or of a state shall be expressed to be made by the president or by the governor of the state as the case may be, and all such contracts and all assurances of property made in the exercise of that power shall be executed on behalf of the president or the governor by such persons and in such manner as he may direct or authorize. കൃത്യമായിട്ടുള്ള വണ്ണം ഇന്ത്യൻ ഭരണഘടനയുടെ 209 അനുച്ഛേദ പ്രകാരമാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കരാറിൽ ഏർപ്പെടുന്നത് സംസ്ഥാന ഗവർണറുടെയോ ഇന്ത്യൻ പ്രസിഡന്റിന്റെയോ നാമധേയത്തിൽ അധികാരപ്പെടുത്തിയിട്ടുള്ള ഒപ്പിട്ടുകൊണ്ട് മാത്രമാണ്. അപ്രകാരമല്ലാത്ത ഒരു കരാറിനും നിയമപ്രാബല്യം ഇല്ലാത്തതും സ്വതവേ അസാധുവാണ്. ഓ ഇറ്റ് അപ് ഇൻ ഷിയോ പ്രത്യേകം വിവരിക്കേണ്ട കാര്യമില്ല. അത് ഒരു കാരണവശാലും മാറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് 299(1) പ്രകാരം ഓ ഇറ്റ് അപ് ഇൻ ഷോ ആണ്. ഇത് സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും നിരവധി കേസുകളിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് കരംചന്ദ് താപ്പർ നമ്മുടെ തിരുവനന്തപുരം ഗോൾഫ് ക്ലബിന്റെ കേസ് ഉൾപ്പെടെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒപ്പിട്ടിരിക്കുന്നു ഒരു IAS ഉദ്യോഗസ്ഥ, ഇനി ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരുടെ അംബാസഡർ ആവാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വാസുകി ഒപ്പിട്ടിരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന ധാരണാപത്രം കേരള ഗവർണറുടെ പേരിലോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിലോ അല്ല. അതുകൊണ്ട് തന്നെ മേൽ പറഞ്ഞ MOU-വിന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് നിയമപ്രാബല്യം ഇല്ലാത്തതാണ്. കൂടാതെ സംസ്ഥാന സർക്കാരുകളുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരം റൂൾസ് ഓഫ് ബിസിനസ് ഇൻ ഗവൺമെന്റ് ചട്ടം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇത് ബാധകമാണോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ നേരത്തിൽ നയപരമായ തീരുമാനങ്ങൾ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്ക് പോലുമോ മന്ത്രിസഭാ കൂടാതെ അത് എടുക്കാൻ അധികാരമില്ല എന്ന് ഇരിക്കുന്നിടത്ത് ഒരു നിയമപ്രകാരം നിലനിൽക്കുന്നതല്ലെന്ന്, ഇത് നള്ളിറ്റിയാണെന്ന് കോടതികൾ പ്രഖ്യാപിക്കുന്നതാണ്. ഇത് തന്നെ നമുക്ക് ചന്ദ്രാപൂർ ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര കേസിനകത്തും ഇതേപോലുള്ള വിധി ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി വിധികൾ, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് അതിനകത്തേക്ക് RSSന്റെ വിഷതർപ്പങ്ങൾക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഗ്രീൻ ബിസിനസ് 10(1) ധനപരമായ ബാധ്യത ഉണ്ടാക്കുന്ന ഏതൊരു തീരുമാനവും ധനമന്ത്രി അനുമതിയോടല്ലാതെ എടുക്കുകയാണെങ്കിൽ അപ്രകാരമുള്ള തീരുമാനങ്ങൾ നിയമപരമല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, ബാൽ കല്യാണി ആൻഡ് അതേഴ്സ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ജസ്റ്റിസ് കെ സുകുമാരന്റെ വിഖ്യാതമായ വിധിന്യായമുണ്ട്. അപ്പൊ ഈ അപ്രകാരമുള്ള തീരുമാനങ്ങൾ നിലനിൽക്കുന്നില്ല പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന സറൻസറായിട്ടില്ല തീരുമാനങ്ങൾ ധനമന്ത്രിക്ക് മുൻകൂർ അനുമതിയില്ലാതെടുത്താൽ
അതും നിയമവിരുദ്ധമാണ്, നള്ളിറ്റിയാണ്, കൃത്യമായ എന്നവണ്ണം പറയുകയാണ്. സാർ, PMC പദ്ധതിയുടെ ചെലവാകുന്ന തുകയുടെ 40% സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രിയുടെ ഒരു അനുമതി ഇല്ലാതുള്ളത് ഒരിക്കൽ നിലനിൽക്കുന്നതേ അല്ല. അതുകൊണ്ട് ഇൻ പ്രിൻസിപ്പൽ ധാരണയുടെ പേര് പറഞ്ഞ് PMC നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യമുള്ളത്, സാർ ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ WPC നമ്പർ 132/2016 കേസിൽ കേന്ദ്ര സർക്കാർ ഒരു സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്, 28/10/25 കൊടുത്ത പ്രകാരം PMC പദ്ധതി ചേരുന്നത് നിർത്തിവെച്ചിരിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സാർ, ഒരു കാര്യം കൂടി നമ്മൾ അവസാനിപ്പിക്കട്ടെ. കേൾക്കൂ. ദി കോൺസിക്വൻസസ് ഓഫ് ദിസ് സിംഗിൾ മൈൻഡഡ് പുഷ് ഫോർ സെൻട്രലൈസേഷൻ, കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് കമ്മ്യൂണലൈസേഷൻ ഹാവ് ഫാളൻ സ്ക്വയർലി ഓൺ അവർ സ്റ്റുഡൻസ്. This carnage of India's public education. Yes. സിദ്ദിഖ് KPCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അവസാനിപ്പിക്കും. അദ്ദേഹം ഒന്ന് പഠിക്കണം. അങ്ങയുടെ പോയിന്റ് വളരെ ക്ലിയർ ആയി. സംസാരിക്കുന്ന ആളാണ്. അങ്ങേക്ക് വളരെ കൃത്യമായി അങ്ങേക്ക് ക്ലിയർ ആയെങ്കിലും ഗവൺമെന്റ് മറുപടി അങ്ങേക്ക് ക്ലിയർ ആയെങ്കിലും ഗവൺമെന്റിന് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് സാർ. This carnage of India's public education system must end. ഇത് അല്ല, ഇത് പറഞ്ഞത് സാക്ഷാൽ ശ്രീമതി സോണിയാഗാന്ധിയാണ്. ദിസ് കാർണേജ്, ഇത് കൂട്ടക്കൊലയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ എന്നുള്ളത്. അത് AICC സൈറ്റിൽ പോയാൽ സിദ്ദിഖിന് കാണാൻ കഴിയും. ഇത്രയും ഗൗരവതരമായ പ്രശ്നം സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.